Hi dear students, in the last class we discussed about Uttarayanam and Dakshinayanam. Uttarayanam, Dakshinayanam തുടങ്ങിയിട്ടുള്ള കൺസെപ്റ്റുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അഥവാ ഈ ചാപ്റ്ററിൽ നിന്നുള്ള നാലാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും അവസാനം ഡിസ്കസ് ചെയ്ത് വെച്ചത്. അതോടുകൂടെ സീസൺസ് എന്ന് പറയുന്ന ആ ഒരു പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താണ്? സീസൺസ് ആൻഡ് ടൈം എന്നാണ്. സീസൺസ് ആൻഡ് ടൈം. അപ്പോൾ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ, പാരലലിസം ഓഫ് എർത്ത്സ് ആക്സിസ്, അതേപോലെ ഓരോ സീസൺസ് എങ്ങനെ മാറി മാറി വരുന്നു, ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. സ്പ്രിംഗ്, സമ്മർ, ഓട്ടം, വിന്റർ, എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. ഏറ്റവും അവസാനം ഉത്തരായനം, ദക്ഷിണായനം. അതോടുകൂടെ സീസൺസ് എന്ന് പറയുന്ന ആ ഒരു പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ടുഡേ we are going to start the second section of this chapter. ഈ ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ഒരു സെക്ഷൻ എന്നും തന്നെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഈ ചാപ്റ്റർ രണ്ട് ഭാഗമാക്കി തിരിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ഒരു സെക്ഷൻ ആണ് നമ്മൾ ടൈം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. സീസൺസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ടൈമുമായി ബന്ധപ്പെട്ട, ടൈം കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു സെക്ഷനിലേക്ക് തന്നെ നമ്മൾ കിടക്കുകയാണ്. ഓക്കെ, സീസൺസ് കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ ടൈമിലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത ഹെഡിങ് rotation and calculation of time. Rotation and calculation of time. Rotation means rotation of earth. നമ്മുടെ ഭൂമിയുടെ റൊട്ടേഷൻ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഭ്രമണം. അപ്പോൾ റൊട്ടേഷനും കാൽക്കുലേഷൻ ഓഫ് ടൈം, സമയ നിർണയവും എന്ന് പറയാം, സമയം കണക്ക് കൂട്ടുന്നതും. ഓക്കെ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റൊട്ടേഷൻ ആൻഡ് കാൽക്കുലേഷൻ ഓഫ് ടൈം. ഏറ്റവും ആദ്യം നിങ്ങൾക്ക് കാണാൻ പറ്റും, യു ക്യാൻ സി എ പാസേജ് taken from in the land of midnight sun. മലയാളത്തിൽ പറയുകയാണെങ്കിൽ പാതിരാ സൂര്യന്റെ നാട്ടിൽ, written by famous writer എസ്.കെ. പൊറ്റക്കാട്. എസ്.കെ. പൊറ്റക്കാടിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു കൃതിയാണ് പാതിരാ സൂര്യന്റെ നാട്ടിൽ, അഥവാ ഇൻ ദി ലാൻഡ് ഓഫ് മിഡ്നൈറ്റ് സൺ. അപ്പോൾ ആ ഒരു കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള ചെറിയൊരു പാസേജ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. I looked at the clock. It was showing 12. The air hostess announced that we should set all our watches back by 5.5 hours. As per our watches, it was 5:30 Indian Standard Time. One could say the aircraft was flying towards the west, literally swallowing our Indian Standard Time. We had to turn back the hands of our watches every now and then accordingly. എന്താ ഇവിടെ പറയുന്നത്? ഒരു വിമാനയാത്രയാണ്, ഒരു ഫ്ലൈറ്റിലെ യാത്രയിലുണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അതായത് അദ്ദേഹം പറയുന്നു, ക്ലോക്ക് നോക്കിയപ്പോൾ ടൈം എത്രയാണ്, അല്ലെങ്കിൽ വാച്ച് നോക്കിയപ്പോൾ ടൈം എത്രയാണ്? 12 മണിയാണ്. ഓക്കെ, വാച്ചിലെ സമയം ഒരു 5.5 മണിക്കൂർ പിറകോട്ട് തിരിച്ചു വെക്കണമെന്ന് അപ്പോൾ ആര് പറഞ്ഞു? എയർ ഹോസ്റ്റസ് വന്ന് അവരോട് ഇൻഫോം ചെയ്യാണ്. ഓക്കെ, the air hostess announced that we should set all our watches back by 5.5 hours. ഒരു 5.5 മണിക്കൂർ വാച്ചിലൊക്കെ സമയം ബാക്കോട്ട് തിരിച്ചു വെക്കാൻ വേണ്ടി, പുറകോട്ട് തിരിച്ചു വെക്കാൻ വേണ്ടി എയർ ഹോസ്റ്റസ് അവരെ അറിയിക്കുന്നു. പിന്നീടോ, ആസ് പെർ വാച്ചസ് ഇറ്റ് വാസ് 5:30 ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ആ സമയത്ത് നമ്മുടെ പിന്നെ അദ്ദേഹത്തിന്റെ വാച്ചിലെ സമയം എത്രയാണ്? ഇന്ത്യൻ സമയം 5:30 ആയിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യൻ സമയം 5:30 ആയിട്ടുണ്ട്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം, അതാണ് ഈ പിന്നെ IST എന്ന് നമ്മൾ പറയുന്ന ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം, അഥവാ ഇന്ത്യയിലെ സമയം 5:30 സമയമാണ് ഈ സമയം തിരിച്ചു വെക്കാൻ പറയുമ്പോൾ അവരുടെ വാച്ചിലുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഏതായാലും അവരെന്ത് ചെയ്തു? അങ്ങനെ സമയം തിരിച്ചു വെച്ചു. വൺ കുഡ് സേ ദ എയർക്രാഫ്റ്റ് വാസ് ഫ്ലൈയിങ് ടുവേർഡ്സ് ദി വെസ്റ്റ്. അതായത് ഈ വിമാനം എങ്ങോട്ടാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്? വിമാനം പടിഞ്ഞാറോട്ടാണ്, വെസ്റ്റിലേക്കാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ച് കൂടെ ഇവരെന്ത് ചെയ്തു? ഇടയ്ക്കിടയ്ക്ക് വാച്ചിലെ സൂചി അല്ലെങ്കിൽ വാച്ചിലെ സമയവും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് മാറ്റേണ്ടി വന്നു, ചേഞ്ച് ചെയ്യേണ്ടി വന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ hope you read the extract from പാതിരാ സൂര്യന്റെ നാട്ടിൽ, the famous travelogue by the renowned author എസ്.കെ. പൊറ്റക്കാട്. അപ്പോൾ എസ്.കെയുടെ ഈ ഒരു പാതിരാ സൂര്യന്റെ നാട്ടിൽ എന്ന കൃതിയിലെ ഈ ഒരു പാസേജ് നമ്മൾ വായിച്ചു. ആൻഡ് aren't you now convinced that time in other countries is different from the time in India? നമുക്കറിയുന്ന കാര്യമാണ്, എങ്കിലും ഞാനിന്നിവിടെ മാർക്ക് ചെയ്യാം. ടൈം in other countries is different from the time in India. അതായത് ഇന്ത്യയിലുള്ള സമയമായിരിക്കില്ല ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ള രാജ്യങ്ങളിലെ സമയം. അവിടുത്തെ സമയമായിരിക്കില്ല ഇവിടെയുള്ള സമയം, അങ്ങനെയും പറയാം. അതായത് ഓരോ നാട്ടിലും ഓരോ ടൈമാണ്, നമുക്ക് അറിയുന്ന കാര്യമാണ്, അത് കൂടുതൽ വലിച്ചു നീട്ടേണ്ട കാര്യമില്ല.
ലെറ്റ്സ് എക്സാമിൻ ദി റീസൺ ബിഹൈൻഡ് ദിസ് ഡിഫറൻസ്. നമുക്കിവിടെ നോക്കാനുള്ളത് ഈ ഒരു ടൈം ഡിഫറൻസിനുള്ള കാരണം, അതിന്റെ റീസൺ എന്താണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ പല സ്ഥലത്ത് പല ടൈം. ഓക്കെ, നമ്മൾ അതാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ SKയുടെ ഈ ഒരു ബുക്കിന്റെ പേര്, ഈ ഒരു കൃതിയുടെ പേരെന്താണ്? പാതിരാ സൂര്യന്റെ നാട്ടിൽ, ഇൻ ദി ലാൻഡ് ഓഫ് ദി മിഡ് നൈറ്റ് സൺ. ഓക്കെ, അപ്പൊ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്ട്രാ റീഡിംഗ് ബോക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ കാണാൻ പറ്റും. ദി മിഡ് നൈറ്റ് സൺ എക്സ്ട്രാ റീഡിംഗ് ആണ്, നമുക്ക് എക്സാമിന് ആവശ്യമില്ല, പക്ഷെ എങ്കിലും നമുക്ക് അതൊന്ന് വായിച്ചു നോക്കാം. ദി മിഡ് നൈറ്റ് സൺ. ഓക്കെ, എന്താണ്? പാതിരാ സൂര്യന്റെ, അല്ലെ? ദി മിഡ് നൈറ്റ് സൺ, പാതിരാ സൂര്യൻ എന്നും പറയാം. ഓക്കെ, ദി സൺ ഷൈൻസ് ഈവൻ അറ്റ് മിഡ് നൈറ്റ്. അതായത് മിഡ് നൈറ്റിലും അർദ്ധരാത്രിയിലും തിളങ്ങുന്ന സൂര്യൻ, അല്ലെങ്കിൽ സൂര്യനെ കാണുന്നു എന്നൊക്കെ പറയാണ്. നോട്ട് ഫോർ എ സിംഗിൾ ഡേ, ഒരു ദിവസം മാത്രമല്ല, ബട്ട് ഫോർ 6 months ത്രൂ ഔട്ട് ഇൻ ദി ആർട്ടിക് ആൻഡ് അന്റാർട്ടിക് സർക്കിൾസ്. ഓക്കെ, ഒരു ദിവസം മാത്രമല്ല ഇങ്ങനെ അർദ്ധരാത്രിയിൽ സൂര്യനെ കാണുന്നത്, പിന്നെയോ 6 മാസക്കാലത്തോളം എവിടെ? ആർട്ടിക് സർക്കിളിലും അന്റാർട്ടിക് സർക്കിളിലും, ആർട്ടിക് വൃത്തത്തിലും അല്ലെങ്കിൽ ആർട്ടിക് മേഖലയിലും അന്റാർട്ടിക് മേഖലയിലും തുടർച്ചയായി 6 മാസത്തോളം സൂര്യനെ കാണുകയാണ്. ബട്ട് don't think that the sun will be vertically overhead during those days. പക്ഷേ 6 മാസം തുടർച്ചയായിട്ട് സൂര്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കേണ്ട? സൂര്യൻ നേരെ കുത്തനെ തലക്ക് മുകളിലായിട്ട് ഇങ്ങനെ സൂര്യനെ കാണുന്ന രൂപത്തിൽ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട. ആ രൂപത്തിലൊന്നും എന്ത് ചെയ്യുന്നില്ല, സൂര്യപ്രകാശം 6 മാസം കിട്ടിക്കൊണ്ടിരിക്കുന്നില്ല. ദി സൺ ക്യാൻ ബി സീൻ ഓൺലി ഓൺ ദി ഹൊറൈസൺ. അതായത് സൂര്യനെ നമുക്ക് ചക്രവാളത്തിലൂടെ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ തലക്ക് നേർ മുകളിലായിട്ട് സൂര്യനെ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന രൂപത്തിൽ നമുക്ക് അവിടെ അനുഭവപ്പെടില്ല. ഒരുപാട് ദൂരെ സൂര്യപ്രകാശം ചെറിയ രൂപത്തിൽ ഇങ്ങനെ വരുന്നുണ്ട് എന്ന് മാത്രം. ദി റിമൈനിങ് 6 months ആർ ഷ്രൗഡഡ് ഇൻ ഡാർക്ക്നെസ്. അപ്പോൾ 6 മാസക്കാലം എന്തുണ്ട്? സൺലൈറ്റ് ഉണ്ട് ചെറിയ തോതിൽ. ബാക്കി 6 മാസക്കാലോ? ദി റിമൈനിങ് 6 months ആർ ഷ്രൗഡഡ് ഇൻ ഡാർക്ക്നെസ്. ബാക്കിയുള്ള 6 മാസക്കാലം രാത്രിയുമായിരിക്കും. അപ്പൊ 6 മാസം പകല്, 6 മാസം രാത്രി. ഇതൊക്കെ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. നോർത്ത് പോളിലും സൗത്ത് പോളിലും ഒക്കെ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ആണ് ഉണ്ടാവുക. ഓക്കെ, ദെൻ ഡേലൈറ്റ് ലാസ്റ്റ്സ് ഓൺലി ഫോർ 1 or 2 hours. അതായത് ഈ ഒരു പകൽ വെളിച്ചം, ഡേലൈറ്റ് പകൽ വെളിച്ചം മാക്സിമം ഒരു 1-2 മണിക്കൂർ മാത്രമേ കൃത്യമായിട്ട് അവർക്ക് ആ പ്രദേശങ്ങളിൽ കിട്ടുള്ളൂ. ഓക്കെ, ദി ഡേലൈറ്റ് ലാസ്റ്റ് ഓൺലി ഫോർ 1 or 2 hours. ദി ലാൻഡ് വിൽ ബി കവേർഡ് വിത്ത് സ്നോ. അവിടുത്തെ പ്രദേശം മുഴുവനായിട്ട്, നിലം മുഴുവനായിട്ട് നമുക്കറിയാം മഞ്ഞു മൂടിയ അവസ്ഥയാണ്. ആൻഡ് ഹ്യൂമൻ ലൈഫ് ആൻഡ് ലിമിറ്റഡ് അഗ്രികൾച്ചർ ഹിയർ ആർ ഓൾ ഷെഡ്യൂൾഡ് അക്കോർഡിംഗ് ടു ദി പെക്യൂലിയാരിറ്റീസ് ഓഫ് ദിസ് ക്ലൈമറ്റ്. അപ്പൊ ഇങ്ങനെയുള്ള ഭയങ്കര ഹൊസ്റ്റൈൽ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണെങ്കിലും, ഒരു സീവിയർ ക്ലൈമറ്റ് ആണെങ്കിലും, അവിടെയും കുറച്ച് ആളുകളൊക്കെ ജീവിക്കുന്നുണ്ട്. ചെറിയ രൂപത്തിലുള്ള അഗ്രികൾച്ചർ ഒക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു ഹ്യൂമൻ ലൈഫ്, അവിടെയുള്ള ഹ്യൂമൻ ലൈഫും അവിടെയുള്ള അഗ്രികൾച്ചറും ഒക്കെ അവിടെയുള്ള ഈ ഒരു ക്ലൈമറ്റുമായി റിലേറ്റഡ് ആയിട്ട് അതിനനുസരിച്ച് ഷെഡ്യൂൾഡ് ആയിട്ടാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, ആർട്ടിക് സർക്കിളിലൊക്കെ ചെറിയ കുറച്ച് ആളുകളെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിൽ അന്റാർട്ടിക് സർക്കിളിൽ ഒരു മനുഷ്യനും ജീവിക്കുന്നില്ല എന്നുകൂടി നമ്മൾ അറിയാം. അന്റാർട്ടിക് സർക്കിളിൽ, അന്റാർട്ടിക് മേഖലയിൽ ജനവാസം തീരെയില്ലാത്ത മേഖലയാണ്. എന്നാൽ ആർട്ടിക് മേഖലയിൽ കുറച്ചെങ്കിലും ആൾക്കാർ ചെറിയ രൂപത്തിലെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്? താമസിക്കുന്നുമുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി മിഡ് നൈറ്റ് സൺ, ദി ലാൻഡ് ഓഫ് മിഡ് നൈറ്റ് സൺ. ഓക്കെ, അപ്പൊ എക്സ്ട്രാ റീഡിംഗ് ആണെങ്കിലും നമ്മളൊന്ന് വായിച്ചതാണ്, ശ്രദ്ധിക്കാം. ഇൻ ദി ആൻഷ്യന്റ് പീരീഡ്, time was calculated based on the apex position of the sun and the length of the shadow cast by it. ഈ ആൻഷ്യൻ പീരീഡിൽ, അതായത് പ്രാചീന കാലത്തൊക്കെ ഈ സമയം കണക്കാക്കിയിരുന്നത് എങ്ങനെയാ പറയുന്നത്? എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്? ടൈം വാസ് കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ ദി അപെക്സ് പൊസിഷൻ ഓഫ് ദി സൺ. എന്താ അപെക്സ് പൊസിഷൻ ഓഫ് ദി സൺ എന്ന് പറയുന്നത്? അതായത് ഒരു പ്രദേശത്തെ സൂര്യന്റെ ഉച്ചസ്ഥാനം, സൂര്യൻ ഏറ്റവും ടോപ്പിൽ തലക്ക് നേർ മുകളിൽ വരുന്ന ആ ഒരു സ്ഥാനം, അതാണ് അപെക്സ് പൊസിഷൻ. സോ ആ ഒരു അപെക്സ് പൊസിഷൻ ഓഫ് ദി സൺ, അതേപോലെ തന്നെ ദി ലെങ്ത് ഓഫ് ദി ഷാഡോ കാസ്റ്റ് ബൈ ഇറ്റ്, അതായത് ഈ സൂര്യപ്രകാശം കാരണം ഉണ്ടാവുന്ന നിഴലുണ്ടല്ലോ, ഷാഡോ, ആ ഒരു നിഴലിനെ നോക്കിയൊക്കെ ആയിരുന്നു പണ്ട് കാലങ്ങളിൽ സമയം കണക്കാക്കിയിരുന്നത്. ഓക്കെ, സോ ഇൻ ദി ആൻഷ്യൻ പീരീഡ് ടൈം വാസ് കാൽക്കുലേറ്റഡ് എങ്ങനെയാണ്? ബേസ്ഡ് ഓൺ ദി അപെക്സ് പൊസിഷൻ ഓഫ് ദി സൺ and the length of the shadow cast by it. സൂര്യന്റെ ഉച്ചസ്ഥാനം, അതേപോലെ തന്നെ ഈ സൂര്യൻ സൃഷ്ടിക്കുന്ന നിഴല് ഒക്കെ നോക്കിയിട്ടാണ് പണ്ട് കാലങ്ങളിൽ ടൈം കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. when the sun is vertically overhead it is known. ഓക്കെ, അപ്പൊ അത് പ്രകാരം സൂര്യൻ നമ്മുടെ തലന്റെ നേർ മുകളിൽ വരികയാണെങ്കിൽ
ഓക്കെ, അതെന്താണ്? ഇറ്റ്സ് നൂൺ, അത് നട്ടുച്ചയായിരിക്കും. ഓക്കെ, സൂര്യന്റെ സ്ഥാനം തലക്ക് നേർ മുകളിലായിട്ട് വരുമ്പോൾ അത് ഉച്ച 12 മണിയാണ് എന്നും പറയാം. ഇറ്റ് ഈസ് നൂൺ. ഓക്കെ, ദസ് the time estimated at each place based on the position of the sun is termed as the local time. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു സംഭവം ഇതാണ്. The time estimated at each place based on the position of the sun is termed as the local time. എന്താണ് ലോക്കൽ ടൈം? എന്താണ് പ്രാദേശിക സമയം എന്ന് മലയാളത്തിൽ പറയാം? അതായത് ഓരോ സ്ഥലത്തും ഈ സൂര്യന്റെ ആ ഒരു അപെക്സ് പൊസിഷൻ ഉണ്ടല്ലോ, സൂര്യന്റെ ആ ഒരു പൊസിഷൻ, അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും സൂര്യന്റെ ആ ഒരു ഉച്ചനിലയെ ആധാരമാക്കി ബേസ് ചെയ്തുകൊണ്ട് നിർണ്ണയിക്കുന്ന, കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈമാണ് ലോക്കൽ ടൈം എന്ന് പറയുന്നത്. ദ ടൈം എസ്റ്റിമേറ്റഡ് അറ്റ് ഈച്ച് പ്ലേസ്, ഓരോ സ്ഥലത്തും നമ്മൾ കണക്കാക്കുകയാണ്. എങ്ങനെ? ബേസ്ഡ് ഓൺ ദി പൊസിഷൻ ഓഫ് ദി സൺ, സൂര്യന്റെ സ്ഥാനം നിർണ്ണയിച്ചിട്ട് അതിനനുസരിച്ച് ഓരോ സ്ഥലത്തും നമ്മൾ സമയം കണക്കാക്കുമ്പോൾ അതിന് വിളിക്കുന്ന പേരാണെന്ത്? ഇറ്റ് ഇസ് ടേംഡ് ആസ് ദി ലോക്കൽ ടൈം. സൂര്യപ്രകാശം നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണല്ലോ. സൺലൈറ്റ് എല്ലാ സ്ഥലത്തും ഒരേപോലെ അല്ലല്ലോ, അതിലെന്തുണ്ട്? വേരിയേഷൻ ഉണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തും സൂര്യന്റെ സ്ഥാനം നോക്കി അതിനനുസരിച്ച് അവിടുത്തെ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയാണ്, അല്ലെങ്കിൽ അവിടുത്തെ ടൈം കാണുന്ന രീതിയാണ് എന്താ? അവിടുത്തെ ലോക്കൽ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇന്ത്യയിലെ ലോക്കൽ ടൈം ആയിരിക്കില്ല എവിടെ ഉണ്ടാവുക? അമേരിക്കയിൽ ഉണ്ടാവുക. അമേരിക്കയിലെ ലോക്കൽ ടൈം ആയിരിക്കില്ല എവിടെ ഉണ്ടാവുക? ബ്രിട്ടനിൽ ഉണ്ടാവുക. അതായിരിക്കില്ല ജപ്പാനിൽ ഉണ്ടാവുക. കാരണം ഓരോ സ്ഥലത്തും ഈ സൂര്യന്റെ പ്രസൻസ് പല രീതിയിലാണ് ഉണ്ടാവുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണല്ലോ. സൺലൈറ്റ് എല്ലാ സ്ഥലത്തും ഒരേപോലെയല്ല, അതിനെന്തുണ്ട്? വേരിയേഷൻ ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് ടൈമിലും മാറ്റം സംഭവിക്കും. സോ വാട്ട് ഈസ് ലോക്കൽ ടൈം? ദി ടൈം എസ്റ്റിമേറ്റഡ് അറ്റ് ഈച്ച് പ്ലേസ്, എങ്ങനെ? ബേസ്ഡ് ഓൺ ദി പൊസിഷൻ ഓഫ് ദി സൺ ഈസ് ടേംഡ് ആസ് ദി ലോക്കൽ ടൈം. താഴെ ഒരു ക്വസ്റ്റ്യൻ കാണാം. ഈസ് ദി ലോക്കൽ ടൈം ഇൻ ഓൾ ദി ഇന്ത്യൻ സ്റ്റേറ്റ്സ് ദി സെയിം? ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേ ലോക്കൽ ടൈം ആയിരിക്കോ? ഒരേ പ്രാദേശിക സമയമായിരിക്കോ? അതാണ് ചോദ്യം. ആൻസർ പറയുകയാണെങ്കിൽ നോ എന്ന് പറയാം. ഓക്കെ, ഓൾ ദി സ്റ്റേറ്റ്സ് എന്നല്ല, ഓരോ സ്പോട്ടിലും എന്തുണ്ട്? ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ഓരോ സംസ്ഥാനങ്ങൾ മാത്രമല്ല, നമ്മൾ ഓരോ പ്രദേശം, ചെറിയ ഒരു സംസ്ഥാനത്തിനുള്ളിലുള്ള, ഒരു സ്റ്റേറ്റിനുള്ളിലുള്ള ഓരോരോ ലൊക്കാലിറ്റി നോക്കുകയാണെങ്കിലും എന്തുണ്ട്? അവിടെയൊക്കെ ശരിക്കും ലോക്കൽ ടൈമിൽ ഡിഫറൻസ് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരു രാജ്യത്തിന് മൊത്തത്തിൽ ഒരു ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അത് എന്തിനാന്നൊക്കെ നമുക്ക് ഇവിടെ പഠിക്കാം. ഓക്കെ, സോ ഈസ് ദി ലോക്കൽ ടൈം ഇൻ ഓൾ ദി ഇന്ത്യൻ സ്റ്റേറ്റ്സ് ദി സെയിം? നോ. ഓക്കെ, ആക്ച്വലി നോ. വാട്ട് വിൽ ബി ദി ഹാർഡ്ഷിപ്സ്? എക്സാമിന് ചോദിക്കാറുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ, ശ്രദ്ധിക്കണം. എന്താ ക്വസ്റ്റ്യൻ? വാട്ട് വിൽ ബി ദി ഹാർഡ്ഷിപ്സ് ഇഫ് ദർ ആർ സെവറൽ ലോക്കൽ ടൈംസ് ഇൻ എ കൺട്രി? ഓക്കെ, അതായത് ഒരു രാജ്യത്ത് തന്നെ ഒരുപാട് ലോക്കൽ ടൈംസ് ഉണ്ടാവുകയാണെങ്കിൽ, ഒരു രാജ്യത്ത് നിരവധി പ്രാദേശിക സമയങ്ങൾ, അതാണല്ലോ ലോക്കൽ ടൈം. അങ്ങനെ കുറെ ലോക്കൽ ടൈം ഒരു രാജ്യത്തുണ്ടായാൽ അത് ഏതൊക്കെ രൂപത്തിലാണ് നമുക്ക് ബുദ്ധിമുട്ടാവുക? എന്തൊക്കെ പ്രയാസങ്ങളാണ് ഇതുകൊണ്ട് ഉണ്ടാവുന്നത്? വാട്ട് വിൽ ബി ദി ഹാർഡ്ഷിപ്സ് ഇഫ് ദർ ആർ സെവറൽ ലോക്കൽ ടൈംസ് ഇൻ എ കൺട്രി? ഒരു രാജ്യത്ത് തന്നെ പല സമയങ്ങൾ ഉണ്ടായാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും? നമുക്ക് ഊഹിച്ചാൽ മതി. 2 പോയിന്റ്സ് ഇവിടെ തന്നെ ഉണ്ട്. We cannot prepare a railway timetable applicable throughout the country. നമ്മുടെ രാജ്യത്തുടനീളം ആപ്ലിക്കബിൾ ആവുന്ന, ബാധകമാവുന്ന ഒരു ട്രെയിൻ ടൈം ടേബിള്, ഒരു റെയിൽവേ ടൈം ടേബിള് നമുക്ക് തയ്യാറാക്കാൻ കഴിയൂല. ഓക്കെ, ഈ റെയിൽവേ എന്ന് പറയുമ്പോൾ നമ്മുടെ നാഷൻ വൈഡ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. രാജ്യം മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു നെറ്റ്വർക്കാണ്. അപ്പൊ അതിന്റെ ടൈം നമ്മൾ ഡിസൈഡ് ചെയ്യുമ്പോൾ, ഷെഡ്യൂൾ ചെയ്യുമ്പോൾ, ഒരു രാജ്യത്ത് പല ടൈം അവർ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് ടൈമാണ് നമ്മൾ റെയിൽവേക്ക് കൊടുക്കുക? അവിടെ ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി വന്നു. അതുപോലെ മറ്റൊന്ന്, കനോട്ട് ഗിവ് അനൗൺസ്മെന്റ്സ് അബൌട്ട് റേഡിയോ പ്രോഗ്രാംസ്. ഒരു രാജ്യത്തെ റേഡിയോ പ്രോഗ്രാംസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ TV പ്രോഗ്രാംസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനൗൺസ്മെന്റ്, അറിയിപ്പുകളൊന്നും നമുക്ക് നൽകാൻ കഴിയില്ല. കാരണം ഏത് സമയത്താണ് ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക നമ്മൾ എങ്ങനെ പറയും? ഒരു രാജ്യത്ത് തന്നെ ഒരുപാട് ലോക്കൽ ടൈം ഉണ്ടെങ്കിൽ. അതേപോലെ തന്നെ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു കണ്ടക്ട് നാഷൻ വൈഡ് എക്സാമിനേഷൻ. മറ്റൊരു പോയിന്റ് ആയിട്ട് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു കണ്ടക്ട് നാഷൻ വൈഡ് എക്സാമിനേഷൻ. അതായത് ഓൾ ഇന്ത്യ തലത്തിലുള്ള, ഓൾ ഇന്ത്യ ലെവൽ എക്സാമിനേഷൻ അങ്ങനെയും പറയാം. ഓൾ ഇന്ത്യ തലത്തിലുള്ള, അല്ലെങ്കിൽ രാജ്യം മുഴുവനുള്ള പാർട്ടിസിപ്പൻസ് പങ്കെടുക്കുന്ന, കാൻഡിഡേറ്റ്സ് പങ്കെടുക്കുന്ന എക്സാമിനേഷൻസ് ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അവിടെയും ഒരുപാട് പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി വരും. ഓക്കെ, സോ
ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം നമുക്ക്. വാട്ട് വിൽ ബി ദി ഹാർഡ്ഷിപ്സ് ഇഫ് ദർ ആർ സെവറൽ ലോക്കൽ ടൈംസ് ഇൻ എ കൺട്രി. അപ്പോൾ ഒരു രാജ്യത്ത് ഒരുപാട് ലോക്കൽ ടൈംസ് ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള കുറേ ഹാർഡ്ഷിപ്സ്, ഇങ്ങനെയുള്ള കുറേ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് അവിടെ ഉണ്ടാവുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ എന്ത് വേണം ഒരു രാജ്യത്തിന്? ഒരുപാട് ഡിഫറെന്റ് ലോക്കൽ ടൈം എന്നതിന് പകരം എന്ത് വേണം? ഒരു സ്റ്റാൻഡേർഡ് ടൈം ആവശ്യമാണ്. അപ്പൊ നമുക്ക് അതിലേക്കൊക്കെ കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു in the ancient time, like ancient period, in the ancient period, time was calculated based on the apex position of the sun and the length of the shadow cast by it. അപ്പോൾ തുടക്കത്തിൽ പ്രാചീന കാലത്ത് അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞു. എന്നാൽ പിന്നീട് later on the calculation of time became more scientific and accurate. കാലങ്ങൾക്ക് ശേഷം എന്തായി? ടൈം കാൽക്കുലേഷൻ എന്ന് പറയുന്നത് കുറെ കൂടി സയന്റിഫിക് ആയി, കുറെ കൂടി ആക്യുറേറ്റ് ആയിട്ട് മാറി, അതായത് കുറെ കൂടി കൃത്യമായിട്ട് മാറി. ലെറ്റ്സ് ഗോ ഇൻ ടു ദി ഡീറ്റെയിൽസ് ഓഫ് ടൈം കാൽക്കുലേഷൻ. അപ്പൊ ഈ ഒരു ടൈം കാൽക്കുലേഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. യു നോ ദാറ്റ് ദി എർത്ത് റൊട്ടേറ്റ്സ് ഓൺ ഇറ്റ്സ് ആക്സിസ് വൈൽ ഇറ്റ് റിവോൾവ്സ്. നമുക്കറിയുന്ന കാര്യമാണ്. ഓക്കെ, എന്താ പറയുന്നത്? എർത്ത് റൊട്ടേറ്റ്സ് ഓൺ ഇറ്റ്സ് ആക്സിസ് വൈൽ ഇറ്റ് റിവോൾവ്സ്. അതായത് റിവോൾവ് ചെയ്യുക എന്ന് പറയുമ്പോൾ സൂര്യനെ ചുറ്റുന്നതിനെയാണ് റിവോൾവ് ചെയ്യുക എന്ന്, റെവല്യൂഷൻ എന്ന് പറയും. നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണ്. അങ്ങനെ സൂര്യനെ റിവോൾവ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ ആക്സിസിൽ സ്വയം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് റൊട്ടേഷൻ, മറ്റേത് റെവല്യൂഷൻ. സോ എർത്ത് റൊട്ടേറ്റ്സ് ഓൺ ഇറ്റ്സ് ആക്സിസ് വൈൽ ഇറ്റ് റിവോൾവ്സ്. സൂര്യനെ ചുറ്റുന്ന അതേ സമയത്ത് തന്നെ അതിന്റെ സ്വന്തം ആക്സിസിൽ എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് യു ഹാവ് ഓൾസോ ലേൺ ദാറ്റ് ഡേ ആൻഡ് നൈറ്റ് occur ഡ്യൂ ടു റൊട്ടേഷൻ. ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്, നിസ്സാരമാക്കി കളയണ്ട. ഡേ ആൻഡ് നൈറ്റ് occur ഡ്യൂ ടു റൊട്ടേഷൻ. സീസണൽ ചേഞ്ചസ് ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് റെവല്യൂഷൻ ആണ്, നേരത്തെ പഠിച്ചു. എന്നാൽ ഡേ ആൻഡ് നൈറ്റ് ഇങ്ങനെ മാറി മാറി വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് റൊട്ടേഷൻ. ഡേ ആൻഡ് നൈറ്റ് occur ഡ്യൂ ടു റൊട്ടേഷൻ. റൊട്ടേഷൻ മൂലമാണ്, ഭ്രമണം മൂലമാണ് രാവും പകലും മാറി മാറി വരുന്നത്. അതും കൂടി നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, look at some of the facts associated with rotation. റൊട്ടേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് താഴെ പറയുന്നു. ഫസ്റ്റ് പോയിന്റ് എന്താ? The earth rotates from west to east. ഭൂമിയുടെ കറക്കം എന്ന് പറയുന്നത്, റൊട്ടേഷൻ എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലേക്കാണ്? ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. ഇവിടെ നിങ്ങൾക്ക് ഒരു ഇമേജ്, ഒരു ചിത്രം കാണാൻ പറ്റും. അതിൽ കൊടുത്തിട്ടുണ്ട് ഏത് രൂപത്തിലാന്നൊക്കെ. ഓക്കെ, ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് ആണ്. ഓക്കെ, ഇതാണല്ലോ വെസ്റ്റ്, ഇതാണ് വെസ്റ്റ്. അതേപോലെ ഇതാണ് എന്ത്? ഈസ്റ്റ്. നമുക്കിപ്പോൾ തൽക്കാലം ഈ രണ്ട് ഡയറക്ഷൻ മതി. താഴെയുള്ള സൗത്തും അതേപോലെ മുകളിലുള്ള നോർത്തും തൽക്കാലം നമ്മളിപ്പോൾ മാർക്ക് ചെയ്യുന്നില്ല. അപ്പൊ വെസ്റ്റും ഈസ്റ്റും. അപ്പോൾ എർത്ത് റൊട്ടേറ്റ്സ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. വെസ്റ്റ് നിന്ന് ഈസ്റ്റിലേക്കാ. ഓക്കെ, വെസ്റ്റ് നിന്ന് ഈസ്റ്റിലേക്കാണ് എന്ത് ചെയ്യുന്നത്? റൊട്ടേറ്റ്. അല്ലാണ്ട് എന്തല്ല, തിരിച്ച് ഇങ്ങോട്ടല്ല, ഈസ്റ്റ് ടു വെസ്റ്റ് അല്ല. അത് പ്രത്യേകം ഓർക്കുക. എർത്ത് റൊട്ടേറ്റ്സ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. ദെൻ അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? ഇറ്റ് ടേക്സ് 24 hours ടു കംപ്ലീറ്റ് വൺ റൊട്ടേഷൻ. അപ്പോൾ ഒരു റൊട്ടേഷൻ ആവശ്യമായ ടൈം എത്രയാ? 24 hours ആണ്. ആ 24 hours ആണ് നമ്മൾ ഒരു ഡേ, വൺ ഡേ എന്ന് പറയുന്നത്. അത് നമുക്കറിയാം, നമുക്കറിയുന്ന പോയിന്റ്സ് തന്നെയാണ്. ഫസ്റ്റ് പോയിന്റ്, എർത്ത് റൊട്ടേറ്റ്സ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. വെസ്റ്റ് നിന്ന് ഈസ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ടേക്സ് 24 hours ടു കംപ്ലീറ്റ് വൺ റൊട്ടേഷൻ. ഇങ്ങനെയുള്ള റൊട്ടേഷൻ, ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട ടൈം എത്രയാണ്? 24 hours ആണ്. Then, as the earth rotates from the west to east, the sun rises in the east. വെസ്റ്റ് നിന്ന് ഈസ്റ്റിലേക്കാണല്ലോ. ഓക്കെ, ഒന്നുകൂടി മാർക്ക് ചെയ്യുകയാണെങ്കിൽ വെസ്റ്റ് നിന്ന്, അല്ലേ, ഒന്നുകൂടി മാർക്ക് ചെയ്യാണ്. വെസ്റ്റ് നിന്ന് എങ്ങോട്ടാണ്? വെസ്റ്റ് നിന്ന് ഈസ്റ്റിലേക്കാണ് നമ്മുടെ ഭൂമിയുടെ എർത്തിന്റെ റൊട്ടേഷൻ. അതുകൊണ്ട് തന്നെ ദി സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. സൂര്യൻ ഉദിക്കുന്നത് നമുക്ക് എവിടെ അനുഭവപ്പെടുക? ഈ ഭാഗത്താണ്. ഓക്കെ, ഈ ഭാഗത്താണ് സൂര്യൻ ഉദിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുക. സോ സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. സൂര്യൻ എവിടെ ഉദിക്കുന്നു? കിഴക്കുദിക്കുന്നു. സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. സൂര്യൻ കിഴക്കുദിക്കുന്നു. അപ്പൊ ഭൂമി ഇങ്ങനെ വെസ്റ്റ് നിന്ന് ഈസ്റ്റിലേക്ക് കറങ്ങുമ്പോൾ ഈസ്റ്റ് ഭാഗത്താണ് ആദ്യം സൂര്യൻ ഉദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ the people of which Indian state can see the sunrise first? ഏത് ഇന്ത്യൻ സംസ്ഥാനത്തുള്ള ആളുകളാണ് സൂര്യൻ ഉദിക്കുന്നത് ആദ്യമായിട്ട് കാണുക? ഇന്ത്യയിൽ
ഉദയസൂര്യനെ ആദ്യം കാണുന്നത് ഏത് സ്റ്റേറ്റിലുള്ള ഏത് സംസ്ഥാനത്തിലുള്ള ആളുകളായിരിക്കും? ദി പീപ്പിൾ ഓഫ് വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ക്യാൻ സീ ദി സൺറൈസ് ഫസ്റ്റ്? അപ്പൊ നമ്മൾ ഇന്ത്യയുടെ മാപ്പ് നമ്മുടെ മനസ്സിൽ ഇമാജിൻ ചെയ്യാം. ഭൂമിയുടെ റൊട്ടേഷൻ എന്ന് പറയുന്നത് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് ആണ്. മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞത് സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ് ആണ്. അപ്പൊ ഈസ്റ്റിലാണ് ഏറ്റവും ആദ്യം സൂര്യപ്രകാശം എത്തുന്നത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഭൂമി, നമ്മുടെ ഇന്ത്യ ഇങ്ങനെ കറങ്ങുമ്പോൾ, ഭൂമിയുടെ കൂടെ ആ ഭൂമിയിൽ നമ്മുടെ ഇന്ത്യയും ഇങ്ങനെ കറങ്ങുമ്പോൾ വെസ്റ്റ് നിന്ന് ഈസ്റ്റിലേക്ക് പോകുമ്പോൾ ഈസ്റ്റിലാണ് ആദ്യം സൂര്യൻ ഉദിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഈസ്റ്റേൺ സൈഡിലുള്ള സ്റ്റേറ്റ് ഏതാണ് എന്ന് നമ്മൾ ആ ഒരു മാപ്പ് നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് ആലോചിക്കുക. അപ്പൊ ആൻസർ കിട്ടും. മാപ്പ് അത്യാവശ്യം അറിയുന്ന കുട്ടികളാണെങ്കിൽ, സ്റ്റേറ്റ്സ് ഒക്കെ എവിടെയാണ് ഇതിന്റെ ലൊക്കാലിറ്റി അറിയുന്നവരാണെങ്കിൽ നമുക്കറിയാം ആൻസർ അരുണാചൽ പ്രദേശ് എന്നായിരിക്കും. ഓക്കെ, അപ്പൊ ആൻസർ കിട്ടിയല്ലോ. ദി പീപ്പിൾ ഓഫ് വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ക്യാൻ സീ ദി സൺറൈസ് ഫസ്റ്റ്. എന്താണ് ആൻസർ? അരുണാചൽ പ്രദേശ് ആണ്. ഓക്കെ, അരുണാചൽ പ്രദേശ്. ഞാൻ ഷോർട്ടാക്കി AP എന്ന് എഴുതിയതാണ്, അരുണാചൽ പ്രദേശ്. ഓക്കെ, ദെൻ അപ്പൊ അതൊക്കെ ഞാൻ ക്ലിയർ ചെയ്യാണ്. The angular distance of the earth is 360 degree. ഓക്കെ, നമ്മുടെ ഭൂമിയുടെ കോണളവ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. കാരണം നമുക്കറിയാം ഒരു സർക്കിളിന്റെ ആംഗുലാർ ഡിസ്റ്റൻസ് എത്രയാ? 360 ആണ്. ഭൂമി എർത്ത് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു സർക്കിൾ ഷേപ്പ് ആയതുകൊണ്ട് ആ എർത്തിന്റെ ആംഗുലാർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. Okay, we will get 360 longitudes if we draw one longitude each for each degree of angular distance. ഓക്കെ, അതായത് 360 ഡിഗ്രിയാണ് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഓരോ ഡിഗ്രിക്കും ഓരോ ലോഞ്ചിറ്റ്യൂഡ് വരയ്ക്കുകയാണ്. എന്താ ഈ ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനിവിടെ അടയാളപ്പെടുത്താം. ഓക്കെ, അതായത് നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് കണക്ട് ചെയ്യുന്ന ഇങ്ങനെയുള്ള വേർട്ടിക്കൽ ലൈൻസ് ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വേർട്ടിക്കൽ ലൈൻസ് ആണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഓരോ ഡിഗ്രി കണക്കാക്കിയിട്ട് ഓരോ ലോഞ്ചിറ്റ്യൂഡ് വരയ്ക്കുകയാണെങ്കിൽ, ഓക്കെ, ടോട്ടൽ എത്ര ലോഞ്ചിറ്റ്യൂഡ് ഉണ്ടാവും? അപ്പോൾ 360 ലോഞ്ചിറ്റ്യൂഡ്സ് ഉണ്ടാവും. കാരണം 360 ഡിഗ്രി ആണല്ലോ, ഒരു സർക്കിൾ എന്ന് പറയുമ്പോൾ 360 ഡിഗ്രിയാണ്. അപ്പോൾ ഓരോ ഡിഗ്രിക്കും നമ്മൾ 1 ഡിഗ്രി, അതേപോലെ 2 ഡിഗ്രി, അങ്ങനെ ഒരു 180 ഡിഗ്രി വെസ്റ്റ് സൈഡിലും 180 ഡിഗ്രി ഈസ്റ്റ് സൈഡിലും നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ, ഓക്കെ, രണ്ട് ഭാഗത്തും നമ്മളൊരു 180 ഡിഗ്രി വീതം വരച്ചാൽ ടോട്ടൽ എത്ര? 360 ഡിഗ്രി. ഓക്കെ, അക്കാര്യമാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നോർത്ത് ടു സൗത്ത് പോൾ, നോർത്ത് പോൾ സൗത്ത് പോൾ രണ്ടിനെയും കണക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ലൈനാണ് എന്ത്? ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാം. We will get 360 longitudes if we draw one longitude each for each degree of angular distance. The time required to complete a 360 degree rotation is 24 hours. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഭൂമിയുടെ കോണളവ് എത്രയാണ്? 360 ഡിഗ്രിയാണ്. ഭൂമി ഒരു തവണ റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട ടൈം 24 hours ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് 360 ഡിഗ്രി. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞൊരു കൺസെപ്റ്റ് ആണ്. ഇവിടെ നമ്മൾ പറഞ്ഞൊരു കാര്യം, 24 hours ആണ്. ഇറ്റ് ടേക്സ് 24 hours to complete one rotation. ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ഭൂമിക്ക് വേണ്ട സമയം എത്രയാണ്? 24 hours ആണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം എന്താ? ദി ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് എ 360 ഡിഗ്രി റൊട്ടേഷൻ ഈസ് 24 hours. അല്ലെ, 2-3 തന്നെ ഒരേ കാര്യം തന്നെയാണ് പറഞ്ഞത്. അപ്പൊ ഭൂമിയുടെ ഒരു റൊട്ടേഷന് വേണ്ട ടൈം എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് എന്തിന്റെ ടൈം? 360 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനുള്ള, 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാനുള്ള ടൈം. രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, എത്രയാണ്? 24 hours ആണ്. 24 മണിക്കൂറാണ് വേണ്ടത്. ക്ലിയർ? ഓക്കെ, ദെൻ ഓൺ കൺവേർട്ടിംഗ് 24 hours into minutes, ആ 24 hoursനെ നമ്മൾ മിനിറ്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ എത്ര മിനിറ്റ് ഉണ്ടാവും? 24 into 60, ആൻസർ 1440 മിനിറ്റ്സ് എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ എന്താ ചെയ്തത്? 24 hoursനെ നമ്മൾ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. ഒരു മിനിറ്റ് എന്ന് പറയുമ്പോൾ, 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ അത് 60 അല്ലെ, 60 സെക്കൻഡ്സ് ആണല്ലോ, നമുക്കറിയാം. ശ്രദ്ധിക്കുക, 24 into 60 എത്ര ആൻസർ കിട്ടി? ഓക്കെ, അപ്പോൾ 24 into 60 ആൻസർ എത്ര കിട്ടി? 1440 മിനിറ്റ്സ്. അപ്പൊ 360 ഡിഗ്രി റൊട്ടേഷന് വേണ്ട ടൈം 24 hours ആണ്.
അതിനെ നമ്മൾ മിനിറ്റിലേക്കാക്കി പറയുകയാണെങ്കിൽ 1440 മിനിറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അതെങ്ങനെയാക്കിയത്? മിനിറ്റ്സ് നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? 24 × 60. നമുക്ക് ആൻസർ അങ്ങനെ കിട്ടി. എത്ര മിനിറ്റ് എന്നുള്ളത് കിട്ടി അല്ലേ? ഓക്കെ, that is the time required for the completion of one rotation is 1440 minutes. Okay, the time required for the completion of one rotation. ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ, അതായത് ഭൂമിക്ക് ഒരു തവണ ചുറ്റാൻ സ്വയം കറങ്ങാൻ ആവശ്യമായ സമയം എന്ന് പറയുന്നത് 24 hours ആണ്. ആ 24 hours നമ്മൾ മിനിറ്റ് ആക്കി പറയുകയാണെങ്കിൽ ആ ടൈം എത്രയാണ്? 1440 minutes ആണ്. ഓക്കെ, the time required for the Earth to complete the rotation of 1 degree longitude is, ശ്രദ്ധിക്കണേ, 1 ഡിഗ്രി, ഇങ്ങനെയാണെങ്കിൽ 1 ഡിഗ്രി ഭൂമിക്ക് 1 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് തിരിയാൻ ആവശ്യമായ സമയം എത്രയാണ്? 360, 360 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്, ശ്രദ്ധിക്കണം, 360 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് റൊട്ടേറ്റ് ചെയ്യാൻ ആവശ്യമായ ടൈം ആണ് 24 hours അല്ലെങ്കിൽ 1440 minutes എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ the time required for the Earth to complete the rotation of 1 degree, the time required for the rotation of 1 degree longitude, വെറും 1 ഡിഗ്രി കറങ്ങാൻ, 1 ഡിഗ്രി മാത്രം ഒന്ന് തിരിയാൻ ഭൂമിക്ക് എത്ര ടൈം വേണം? എങ്ങനെ കണ്ടുപിടിക്കും? 360 ഡിഗ്രി കറങ്ങാനാണെങ്കിൽ, റൊട്ടേറ്റ് ചെയ്യാനാണെങ്കിൽ 1440 minutes ആണെന്ന് നമ്മൾ കണ്ടെത്തി. അപ്പോൾ അതിനെ നമ്മൾ 360 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1440 ഡിവൈഡഡ് ബൈ 360, ആൻസർ എത്ര കിട്ടും? 4 minutes എന്ന് കിട്ടും. അപ്പോൾ 1 ഡിഗ്രി, നമ്മുടെ ഭൂമി 360 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്സ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അതിൽ ജസ്റ്റ് 1 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് കവർ ചെയ്യാൻ, 1 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് റൊട്ടേറ്റ് ചെയ്യാൻ നമ്മുടെ എർത്തിന് വേണ്ട, ഭൂമിക്ക് വേണ്ട ടൈം എത്രയാണ്? ജസ്റ്റ് 4 minutes ആണ്, 4 മിനിറ്റ് ആണ്. ഓക്കെ, ആകെ 360 ഡിഗ്രി ഉള്ളതിൽ ഭൂമിക്ക്, എർത്തിന് 1 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ ആവശ്യമായ റിക്വയർ ഉള്ള സമയം എന്ന് പറയുന്നത് എത്രയാണ്? ടൈം റിക്വയർഡ് ഫോർ റൊട്ടേഷൻ ഓഫ് 1 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ഈസ് 4 minutes. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫോർ 2 ഡിഗ്രി എത്രയായിരിക്കും? 2 ഡിഗ്രിക്ക് എത്ര വേണ്ടി വരും? 2 ഡിഗ്രിക്ക് അവിടെ 8 മിനിറ്റ് ആയിരിക്കും. 4 ഡിഗ്രിക്കോ 16 മിനിറ്റ് ആയിരിക്കും. അപ്പോൾ ഓരോ ഡിഗ്രിക്ക് 4 മിനിറ്റ് വീതം നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്ത് പോയാൽ മതി. ഓക്കെ, അപ്പോൾ 1 ഡിഗ്രി കവർ ചെയ്യാൻ ആവശ്യമായ ടൈം എന്ന് പറയുന്നത് 4 minutes ആണ്. ഏറ്റവും ബേസിക് ആയിട്ട് ടൈം കാൽക്കുലേഷനിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ് 1 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ട ടൈം എത്രയാണ്? 4 minutes എന്നുള്ള ആ ഒരു കാര്യം. അടുത്ത പേജിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, the time required for the rotation of 15 degree longitudinal area is 15 × 4, 60 minutes, that is 1 hour. എന്താ പറയുന്നത്? the time required for the rotation of 15 degree. നമ്മൾ നേരത്തെ പറഞ്ഞതോ the time required for the rotation of, ഞാൻ ഇവിടെ എഴുതി കാണിക്കാം. ഓക്കെ, the time required for the rotation of 1 degree ആണെങ്കിൽ എത്രയാ? for 1 degree നമ്മൾ പറഞ്ഞു 4 minutes ആണ് അല്ലെ, 4 മിനിറ്റാണ് വേണ്ടത്. എന്നാൽ ഇപ്പൊ പറയുന്നത് the time required for the rotation of 15 degree longitudinal area. 15 ഡിഗ്രി കറങ്ങാൻ എത്ര വേണം? 15 × 4. ഓക്കെ, 15 × 4, 15 × 4. 1 ഡിഗ്രിക്ക് എത്രയാണ്? 4 മിനിറ്റ്. അപ്പൊ 15 ഡിഗ്രിക്ക് എത്രയാ? 15 × 4, 15 × 4, 60 minutes. ആ 60 minutesനെ നമുക്ക് എന്തും വിളിക്കാം, 1 hour എന്നും വിളിക്കാം, അറിയാലോ. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട്, 1 hour എടുത്തുകൊണ്ട് നമ്മുടെ ഭൂമി എത്ര കറങ്ങുന്നുണ്ട്, അതിന്റെ റൊട്ടേഷൻ എത്ര കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, എത്ര കവർ ചെയ്യുന്നുണ്ട്? 15 ഡിഗ്രി കവർ ചെയ്യുന്നുണ്ട്, അങ്ങനെയും പറയാം. In other words, 15 degree longitudinal area of the Earth passes by the sun within a period of 1 hour. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് 1 മണിക്കൂർ കൊണ്ട് ഭൂമിയുടെ 15 ഡിഗ്രി രേഖാ പ്രദേശമാണ് സൂര്യന്റെ മുന്നിലൂടെ കടന്നു പോകുന്നെന്ന് പറയാം. ഓക്കെ, 15 degree longitudinal area of the Earth, ഭൂമിയുടെ 15 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനൽ ഏരിയ എന്ത് ചെയ്യുന്നുണ്ട്? പാസസ് ബൈ ദി സൺ വിത്തിൻ എ പീരിയഡ് ഓഫ് 1 hour. 1 മണിക്കൂർ കൊണ്ട് സൂര്യന്റെ മുന്നിലൂടെ കടന്നു പോകുന്നു എന്നർത്ഥം. അഥവാ 15 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനൽ ഏരിയയാണ് ഭൂമി കറങ്ങുന്നത്. 15 ഡിഗ്രി കറങ്ങുന്നു, അങ്ങനെയൊക്കെ പറയാം. As the Earth rotates from west to east, ശ്രദ്ധിക്കണം, ഇമ്പോർട്ടന്റ് ആണ്.
As the earth rotates from west to east, time advances towards the east and recedes towards the west. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കൺസെപ്റ്റ്. ടൈം കാൽക്കുലേഷനിൽ നമുക്ക് ഇവിടെ ചില എക്സാമ്പിൾസ് ഒക്കെ ചെയ്യാനുണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട മറ്റൊരു പോയിന്റാണ്. എന്താ പറയുന്നത്? ആസ് ദി എർത്ത് റൊട്ടേറ്റ്സ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. ഭൂമിയുടെ റൊട്ടേഷൻ എന്ന് പറയുന്നത് വെസ്റ്റ് നിന്ന് ഈസ്റ്റിലേക്കാണ്. അപ്പൊ അങ്ങനെയാവുമ്പോൾ ടൈം അഡ്വാൻസസ് ടുവേർഡ്സ് ദി ഈസ്റ്റ്. ഈസ്റ്റിലേക്ക് പോകുമ്പോൾ സമയം കൂടും. ആൻഡ് റെസീഡ്സ് ടുവേർഡ്സ് ദി വെസ്റ്റ്. വെസ്റ്റിലേക്ക് പോകുമ്പോൾ സമയം കുറയുകയും ചെയ്യും. ഓക്കെ, ലുക്ക് അറ്റ് ദി ഇല്ലസ്ട്രേഷൻ. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ടല്ലോ, അത് നോക്കാൻ വേണ്ടി പറയാണ്. നോക്കാം. ഫ്രം എ ഡെഫിനിറ്റ് ലോഞ്ചിറ്റ്യൂഡ് ദി ടൈം ഈസ് എസ്റ്റിമേറ്റഡ് ടു ഇൻക്രീസ് ബൈ 4 minutes ടുവേർഡ്സ് ദി ഈസ്റ്റ്. The time is estimated to increase by 4 minutes towards the east and decrease by 4 minutes towards the west for every degree of longitude. ഈ ഒരു ചിത്രം നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവും. എന്താ ഇവിടെ പറഞ്ഞു എന്നുള്ള ഈ ചിത്രം നോക്കിയാൽ മതി. എന്താ പറയുന്നത്? ശ്രദ്ധിക്കുക. ഇവിടെ ഈ ഒരു 0 degree longitude ശ്രദ്ധിക്കുക. 0 degree longitude. ഓക്കെ, 360 degree ലോഞ്ചിറ്റ്യൂഡ്സ് ഉണ്ടാവും നമ്മുടെ ഭൂമിയിൽ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ആ 0 degree ലോഞ്ചിറ്റ്യൂഡിൽ ടൈം എത്രയാണ്? 12 noon ആണ്, ഉച്ച 12 മണിയാണ്. ഓക്കെ, എന്നാൽ 1 degree വെസ്റ്റിലേക്ക് പോയപ്പോൾ ഇതാണ് ഈസ്റ്റ്, അതേപോലെ ഇതാണ് വെസ്റ്റ്. ഓക്കെ, അപ്പൊ 0 degree എന്ന് 1 degree നമ്മൾ വെസ്റ്റിലേക്ക് പോയപ്പോൾ 1 degree മാത്രമേ മാറിയുള്ളൂ. 1 degree വെസ്റ്റിലേക്ക് മാറിയപ്പോൾ ടൈമിൽ എന്ത് ചേഞ്ചാ വന്നത്? നമ്മൾ നേരത്തെ പഠിച്ചൊരു പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ, ഫോർ 1 degree അല്ലെ, ഒരു ഡിഗ്രിക്ക് എത്രയാണ്? 4 minutes ആണ്. 4 മിനിറ്റ്സിന്റെ ടൈം ഡിഫറൻസ് ഉണ്ടാവുക. 4 മിനിറ്റിന്റെ ടൈം ഡിഫറൻസ് ആണ് ഉണ്ടാവുക. അപ്പൊ ഇവിടെ 12 എന്നുള്ളത് 4 മിനിറ്റിന്റെ ടൈം ഡിഫറൻസ് വന്ന് 11:56 11:56 AM ആയി. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് വെസ്റ്റ് ആണ്. വെസ്റ്റിലേക്കാവുമ്പോൾ നമ്മൾ ടൈം കുറയ്ക്കാണ് വേണ്ടത്. അതേ സമയത്ത് തന്നെ ഇവിടെ ശ്രദ്ധിക്കുക, 1 degree തന്നെയാണ് അവിടെയും ഡിഫറൻസ്. അത് പക്ഷെ ഈസ്റ്റിലേക്കാണ്. ഈസ്റ്റിലേക്ക് പോയപ്പോൾ ടൈമിൽ വന്ന മാറ്റം എത്രയാണ്? 12:04 PM. 12 മണി കഴിഞ്ഞ് 4 മിനിറ്റ്. 12:04 ആയി. അതായത് 4 മിനിറ്റ് കൂടാണ് ചെയ്തത്. അപ്പൊ ഇതിന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആസ് ദി എർത്ത് റൊട്ടേറ്റ്സ് ഫ്രം ദി വെസ്റ്റ് ടു ഈസ്റ്റ്, ടൈം അഡ്വാൻസസ് ടുവേർഡ്സ് ദി ഈസ്റ്റ്. ഈസ്റ്റിലേക്ക് പോകുമ്പോൾ സമയം കൂടി വരും. ആൻഡ് റെസീഡ്സ് ടുവേർഡ്സ് ദി വെസ്റ്റ്. വെസ്റ്റിലേക്ക് പോകുമ്പോൾ സമയം കുറഞ്ഞു വരും. ഇവിടെ നമ്മൾ മറ്റൊരു ലോഞ്ചിറ്റ്യൂഡ് കൂടി വരയ്ക്കുകയാണെങ്കിൽ, ഇവിടെ 1 degree ഉള്ളതുപോലെ മറ്റൊരു ലോഞ്ചിറ്റ്യൂഡ് ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ അത് 2 degree ആണെങ്കിൽ അവിടുത്തെ ടൈം എത്രയായിരിക്കും? 11:52 AM ആയിരിക്കും. 4 മിനിറ്റ് കൂടി കുറയും. അതേപോലെ ഇവിടെ മറ്റൊരു ലോഞ്ചിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ, ഈസ്റ്റിൽ മറ്റൊരു ലോഞ്ചിറ്റ്യൂഡ് ഉണ്ട്, 2 degree ലോഞ്ചിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ അവിടുത്തെ ടൈം എത്രയായിരിക്കും? അവിടുത്തെ ടൈം 12:04 എന്നുള്ളത് ഒരു 4 മിനിറ്റ് കൂടി കൂട്ടിയിട്ട് 12:08 ആയിരിക്കും. 12:08 ആയിരിക്കും. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അപ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. നന്നായി വായിച്ചു നോക്കുക. കൃത്യമായിട്ട് ടെക്സ്റ്റ് ബേസ് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കുക. വളരെ എളുപ്പത്തിൽ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന കൺസെപ്റ്റുകളാണ്. ഓക്കെ, അപ്പൊ തൽക്കാലം ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ബാക്കി കാര്യങ്ങൾ ഗ്രീൻവിച്ച് ടൈം, അതേപോലെ സ്റ്റാൻഡേർഡ് ടൈം, കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ വി ആർ കൺക്ലൂഡിങ് ഹിയർ. താങ്ക് യു.